ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ബേബീസിനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ കുക്കിംഗ് വ്ളോഗാണ് ഇത്. നമ്മുടെ മട്ടൻ ഗോള കുളമ്പാണ്. മട്ടൻ ഗോള കുളമ്പ് എന്ന് പറഞ്ഞാൽ മട്ടൻ്റെ മിൻസ് മീറ്റ് ഉണ്ടല്ലോ, മിൻസ് മീറ്റ് വെച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ ബോൾസ് പോലെ ആക്കി വെറുതെ ഫ്രൈ ചെയ്തും കഴിക്കാം. അതുപോലെ അത് വന്നിട്ട് ഒരു ചാറ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മട്ടൻ ഗോള കുളമ്പും പിന്നെ മുരിങ്ങ ചീരയുടെ ഇതുണ്ട്, പിന്നെ പയറോലത്ത് ഇതുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ എൻ്റെ ചെറിയ കറികളാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മട്ടൻ ഗോള കുളമ്പ്. ഇതാണ് മട്ടൻ, 1/2 കിലോ മട്ടനാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് പൊട്ടുകടല, നമ്മുടെ ബേസിൻ ഇതില്ലേ. അപ്പോൾ മിൻസ് മീറ്റാണ് ഇത്. നോക്കി, മിൻസ് മീറ്റ് 1/2 കിലോ. ഇതിലേക്ക് ഉള്ളത് ബേസിൻ്റെ ഇതാണ്, കടലപ്പൊടി. കടല ഞാൻ ഫുൾ കടലാണ് എടുത്തിട്ട് ഇത് കുതിർത്തിയിട്ട് ഒരു 10 മിനിറ്റ് കുതിർത്തി അത് മിക്സിക്കകത്ത് അരച്ചെടുത്തിരിക്കുകയാണ്. ഇത് ടൊമാറ്റോ പ്യൂറിയാണ്, തക്കാളി, ഇത് സവാള അടിച്ചു വെച്ചിരിക്കുകയാണ്, പച്ചമുളക്, കരിവേപ്പില, ഇതിനാവശ്യമുള്ള മസാലകൾ ഇടാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്യാനുള്ളത് കരിവേപ്പില ഇടണ്ട. ഇപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാനുള്ള പച്ചമുളകാണ്. കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കടലപ്പൊടി എന്ന് വെച്ചാൽ നമ്മൾ കടലപ്പൊടി ഇടുന്നത് വേറെ ഒന്നുമില്ല, ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടത് ഈ ചട്ടിയൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ്. അത് എന്താണ് മിക്സിങ്ങിന് മാത്രമാണ് എടുക്കുന്നത്, അല്ലാതെ കറി വയ്ക്കാനൊന്നും ഇനി എടുക്കുന്നില്ല. അതുകൊണ്ട് സോൾട്ട് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് മസാലകളാണ്. ഓക്കെ, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മസാലപ്പൊടി. ഞാൻ മസാല എല്ലാം പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇനി സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് ചെയ്യേണ്ടെന്ന് ഓർത്തിട്ടാണ്. ഓക്കെ, ഇത് രണ്ടും ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി, ഒരു ചെറിയ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടിയും, ഇത്രയും കൂടി ഇട്ടിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇത് ഫ്രൈ ചെയ്യണം. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തീ കൂട്ടി വയ്ക്കുക. ഓക്കെ, അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത്, കരിവേപ്പില നമുക്ക് ഇടേണ്ട കാര്യമില്ല, കറി വയ്ക്കുന്ന സമയത്ത് ഇട്ടാൽ മതി. ഓക്കെ, ഉപ്പിൻ്റെ കുറവുണ്ട്, കുറച്ചും കൂടെ ഉപ്പ് വേണം. ബിക്കോസ് കറിക്ക് ഓൾറെഡി ഉപ്പ് വരും, എന്നാലും കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. പച്ച ഇറച്ചിയല്ലേ. അപ്പോൾ ചെറിയ ചെറിയ ബോളായിട്ട് എടുക്കുക. ഇത് കണ്ടോ, കുട്ടി 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 ബോളായിട്ട് ആദ്യം ഇങ്ങനെ എടുത്ത് ഒരു ഇതിൽ വെക്കുക. അപ്പം സമയം പോകത്തില്ല. ചെറിയ 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 ബോളായിട്ട് എടുക്കുക. ഞാൻ വേഗം ബോൾ ഉണ്ടാക്കട്ടെ. അപ്പം നമ്മളെല്ലാ മീറ്റും ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് കറിയാണ് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ബിക്കോസ് നമ്മൾ ഏത് ഓയിലാണ് ഫ്രൈ ചെയ്യണമെന്ന് വെച്ചാൽ അതേ ഓയിൽ തന്നെ വേണം കറി വയ്ക്കാനും എടുക്കാനായിട്ട്. അല്ലെങ്കിൽ അതിന് ടേസ്റ്റിന് വ്യത്യാസം വരും. ഇപ്പോൾ വെളിച്ചെണ്ണ എടുത്ത് ചെയ്താൽ ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പോൾ ഫ്രൈ ചെയ്യുന്നത് ഇതാണ്, സൺഫ്ലവറിലാണ്. ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഇല്ല, അവിടെ നിന്ന് സവാള ഗ്രേവി ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക.
ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആഡ് മസാലകളാണ്. മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ടീസ്പൂണ്, ഒരു മുളക് പൊടി, കശ്മീരി മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ചെറിയ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് സിമ്മിലിട്ടിട്ട് ഇവിടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ മസാല തക്കാളിയുടെയും സവാളയുടെയൊക്കെ പച്ച കുത്തലൊന്ന് മാറണം. കുത്തി മാറിയിട്ട് എണ്ണ തെളിഞ്ഞിങ്ങനെ വരും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യണം. ബിക്കോസ് ഓൾറെഡി ഗോളയിൽ നമ്മൾ സോൾട്ട് ഇട്ടിരിക്കുന്ന കാരണം സോൾട്ട് കുറച്ച് മതി. ഗ്രേവിക്ക് മാത്രമുള്ള സോൾട്ടാണ്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ റെഡിയാക്കി വെക്കുന്ന ഗ്രേവി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഗോള. ഗോള ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുവാണ് ഗ്രേവി. നമ്മളിപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന മീറ്റ് ബോൾസ് ആണ്. ആ മീറ്റ് ബോൾസ് ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. ഇനി ഇത് ഒന്നും ചെയ്യേണ്ട, ഇവിടെ കിടന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും കരിവേപ്പില പൊട്ടിച്ച് അതിലേക്ക് ഇടുക, സ്റ്റോപ്പ് ചെയ്യുക. സൂപ്പർ കറിയായിരിക്കും റൈസിൻ്റെ കൂടെ. ഓക്കെ. ഉച്ചക്കത്തേക്ക് വൻപയർ താളിച്ചിട്ടുണ്ട്. ഈ മുരിങ്ങാച്ചീര ഉണ്ടാക്കണം. ഇത് മുരിങ്ങാച്ചീരയ്ക്കുള്ളതാണ്. നമ്മൾ മുരിങ്ങാച്ചീര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി, ചെറുള്ളി, പിന്നെ ഒരു പച്ചമുളക്, അല്പം മഞ്ഞൾപ്പൊടി, ഓക്കെ, അതിട്ടിട്ടുണ്ട്. ഇതിലേക്ക് മുരിങ്ങാച്ചീര ഇടുകയാണ്. അത് അധികം നേരമില്ല ഇടുക, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഉപ്പിട്ടു. തേങ്ങ തിരുവീതാണ് ഇടുന്നത്. തിരുവീട്ട് എന്നിട്ട് ഇളക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ. എളുപ്പപ്പണിയാണ്. ഒരു 5 മിനിറ്റ് മൂടി വെച്ചാൽ മതി. മുരിങ്ങാച്ചീര റെഡിയായി. മുരിങ്ങാത്തോരൻ, ചീരത്തോരൻ. നമ്മൾ രാവിലെ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതാണ്. അതെടുത്തു പോവാണ്. തിങ്സൊക്കെ എടുത്തു കഴിഞ്ഞു. ബിക്കോസ് ബേബീസിന് വിട്ടിട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒട്ടും സമയം കിട്ടത്തില്ല എടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പം ക്ലാസ്സിൽ വിട്ടിട്ട് നേരെ വന്നു തിങ്സ് എടുത്തു, ഗോയിങ് ബാക്ക്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് കുക്കി മാങ്കോയുടെ ഫുഡില്ല. അപ്പോൾ കുക്കി മാങ്കോയുടെ ഫുഡ് വാങ്ങിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. മണി ഇപ്പോൾ എത്ര മണിയായി? പറഞ്ഞു വന്നാൽ 11:30 ആയി, അല്ല 11:20 ആയി. ഇനി അത് വാങ്ങി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വേണം പോകാനായിട്ട്. നമ്മുടെ കാർ എവിടെയാണ് ഇട്ടിരിക്കുന്നത്? വേർ ആർ യു?
ഫാബ്രിക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ റെഡ് കളറിലുള്ള ഒരു ടോപ്പാണ്, ക്ലോത്താണ് എടുക്കാൻ പോകുന്നത്. എന്തായാലും ഇത് പുതിയ ഷോറൂമാണ്. എവിടെ പോയി? ക്യാമറ എവിടെ പോയി? നമുക്ക് എനിക്ക് കളറ് കയറി അങ്ങനെല്ലാം ഒന്നും എനിക്ക് ഈ കളറാണ് വേണ്ടത്. അത് സിൽക്കാണ്. റോസ് സിൽക്ക് ഓക്കെ അല്ലേ? റോസ് സിൽക്കിൽ പോകണ്ട, അത് ഭയങ്കര ചൂടായിരിക്കും. റോസ് സിൽക്ക് വേണ്ട. മറ്റേ സാറ്റിനോ ഇതിലാണ് നമുക്ക് ആ കളർ പക്കയിരിക്കുമ്പോൾ. പിന്നെ വേറെ ഇത് വരുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ സാറ്റിൻ്റെ ഇതിലാണല്ലോ. നമുക്ക് അത് സാറ്റിനല്ലല്ലോ, ജോർജിറ്റാണോ? അപ്പൊ അതാണ് പിന്നെ ഇട്ടതേ ഇല്ല. ഇത് ഇട്ടിട്ടില്ല, തയ്ച്ച് അങ്ങനെ തന്നെ വെച്ചിരിക്കുക. സാറങ്ങനെ ഫുൾ കൈയാണ്, അത് മടക്കി വയ്ക്കും. ചൂടുണ്ടാവില്ലല്ലോ. അവസരമൊക്കെ പറ്റുന്നുണ്ടോ കൊണ്ടുപോകുന്നത്? അപ്പോൾ ഒരു പണിയാണ്. ഞാൻ 2 മണി 44. സർപ്രൈസ് ആയിട്ടാണ് ഡി ഫാബിലി വന്ന് അത്യാവശ്യം ഒരേ ഒരു ഷർട്ടിനുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. വെച്ചാൽ എനിക്ക് വന്ന് നിന്ന് നോക്കാണ്ട് ഇപ്പോൾ ടൈമില്ല, 12 മണിയായി. വേഗം ബേബീസിനെ പിക്ക് ചെയ്യണം, പോകണം. എന്തായാലും ഡി ഫാബ് സൂപ്പറായിട്ട് നമ്മൾ മേടിയാണ്. ഇത് തന്നെയാണ് പറയാനില്ല. അതിനൊന്ന് കറങ്ങി സെറ്റാക്കി എടുത്തിരിക്കുന്നു. ഓ സൂപ്പർ കേട്ടോ, നോക്കി അടിപൊളിയായിട്ടുണ്ട്. ഗോൾഡൻ ഫിഷ് കിടക്കുന്നുണ്ട്. എത്ര ഗോൾഡൻ ഫിഷ് ആൻ്റണി ജോലി വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വന്ന് കല്ലോട് കല്ല് സൂപ്പറായിട്ടുണ്ട്. ദിവസമെല്ലാം എടുത്തൊന്ന് പിടിച്ച് ഇതല്ലേ അതൊന്ന് എടുത്ത് പിടിച്ച് നല്ല സൂപ്പർ അടിപൊളിയായിട്ടുണ്ട്. നല്ല കളറല്ലേ ഇത്? നല്ല കളർ. നല്ല കളറൊക്കെ ഇത് അല്ലേ? സൂപ്പർ കളറൊക്കെ. ഫുൾ ലെങ്ത് ആണല്ലേ ഇത്? അതിൻ്റെ ഒരു അടുപ്പത്തിലുള്ള മാറ്റം നോക്കിയേ, നല്ല കളറിൽ നല്ല ഷെയ്ഡ്. ഈ കളറിൽ വൈറ്റ് എടുത്തിട്ട് ഇത് ചെയ്യണം. ഓക്കെ, സൂപ്പർ. താങ്ക് യു. അപ്പം ഞാൻ എൻ്റെ പരിപാടികൾ, കുഞ്ഞുങ്ങളുടെ പരിപാടിയായാലും എൻ്റെ പരിപാടികളായാലും ഒരുപാട് കാര്യത്തിന് ഞാൻ എല്ലാം എടുക്കുന്നത് ഡി ഫാബ്രിക്. ശരിയല്ലേ? എൻ്റെ ഡ്രസ്സുകൾ, ഫ്രോക്കുകൾ എല്ലാം ഞാൻ ഡി ഫാബ്രിക് വർഷങ്ങളായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ. കാണാം, നെക്സ്റ്റ് ടൈം കാണാം കേട്ടോ. അപ്പം നമ്മൾ ബേബീസിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീഡിൽ പോവുകയാണ് സ്കൂളിലേക്ക്. എന്നിട്ട് വേണം വീട്ടിൽ വന്ന് കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട്. കുറച്ച് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇനി ബാലൻസ് കൂടെ ഉണ്ടാക്കാനായിട്ട്. ഹലോ, അപ്പം നമ്മൾ ഗോള കറിയൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് ഇതേ ബേബീസിനെ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ നിന്നപ്പോൾ എൻ്റെ ബ്രദർ വരുന്നു പുതിയ വണ്ടിയിൽ. അങ്ങനെ പുതിയ വണ്ടിയിൽ വന്നിട്ട് നമ്മൾ പിക്ക് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ആൻ്റണി ജാജി? ഹായ് പറഞ്ഞേ. ഓക്കെ, അപ്പം നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ഹലോ, അപ്പം ഞാൻ എൻ്റെ ലഞ്ച് എല്ലാം എടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട്. അച്ചാറെടുത്തു, നാരങ്ങ അച്ചാർ, മീറ്റ് ബോൾ കറി, മുരിങ്ങ ചീരത്തോരൻ, വൻപയർ, രസം. മീറ്റ് ബോൾ കറിയാണ്. അവർ ഉറക്കമാണ്.
ഉലക്കവറ്റണ്ടോ ചന്തി ഊക്കറ്റണ്ടി ഉലക്കവറ്റണ്ടി ആ ആ ആ ആ ആ വിങ്കോ 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 കുറ്റി മീങ്കോ കുഞ്ഞി മീങ്കോ കുറ്റി മീങ്കോ എൻ്റെ മീങ്കോ വാങ്ങി എൻ്റെ കുറ്റി മീങ്കോ വാങ്ങി നല്ല മീങ്കോ വാങ്ങി നമ്മുടെ ചക്കര കുഞ്ഞു വാങ്ങി നല്ല വാവയാണി കുഞ്ഞി വാവയാണി എൻ്റെ മേങ്കോ വാങ്ങി അമ്മയുടെ കുറ്റി മേങ്കോ വാങ്ങി അപ്പൊ ഇത് ഒരു സർപ്രൈസ് നമ്മുടെ വളരെ വേണ്ടപ്പെട്ട സിന്ധു ചേച്ചി സൈബർ ഹോസ്പിറ്റൽ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു. സൈമന്റെ 15th ആനിവേഴ്സറി ആണ്. സൗണ്ട് കുറച്ച് കൂടെ ഞങ്ങളുടെ പങ്കാളികൾക്ക് ഞങ്ങളുടെ ഒരു ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. സൈബർ ഹോസ്പിറ്റലിന്റെ 15 ഇയേഴ്സ് അല്ലേ? 15 years. 15 years ആയി. അതെ, കൊച്ചിയില്. അപ്പോ സൈമറിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് തരാനായിട്ട്, സൈമർ ഹോസ്പിറ്റലിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് തരാനായിട്ട് സിന്ധു ചേച്ചി വന്നിട്ടുണ്ട്. സിന്ധു മാഡം, നമ്മുടെ ആന്റണി ജോജി കമിയ ദേ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഗിഫ്റ്റ് വന്ന് നോക്കി. ദേ താങ്ക് യു സോ മച്ച്. പരസു ഡോക്ടറിന്റെ അടുത്ത് മീനു ഡോക്ടറിന്റെ അടുത്തും പറഞ്ഞേക്കുക. രേവതി എവ്രിവൺ കേട്ടോ, വളരെ 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 താങ്ക് യു സോ മച്ച്. വാ വന്നേ, ഇതെന്താ നോക്കിക്കേ. ദേ മോന് തരാൻ വേണ്ടി വന്നതാ. അടിയിൽ കുത്തിരിക്കുക. ആന്റണിക്ക് ഭയങ്കര ഹാപ്പി. കണ്ടാ വരാൻ പറ്റുമെങ്കിൽ സൺഡേ ആണ്. ഇൻവിറ്റേഷൻ 6 o'clock തൊട്ട് 9 o'clock വരെ വന്നാൽ നമുക്ക് സന്തോഷം. വരാം ഉറപ്പായിട്ടും. 6 to 9 അല്ലേ? സൺഡേ 26. മോനെ വന്നേ, ഇവിടെ വെച്ചോ. പൊട്ടിക്കരുത്, മമ്മ പൊട്ടിക്കും. നോ ഓപ്പണിങ്, നോ ഓപ്പൺ ചെയ്യുന്നില്ല. ഹലോ 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 ഹലോ. പഴപ്പൊരി എടുക്കട്ടെ. ഏതാ നെയ്യ് പഴപ്പഴം? കണ്ടുപോലില്ല വാവേ. എന്തിനാ വാവേ? What are you doing? ഇത് കണ്ട ബേബിയുടെ തലയാണത്. ഇത് കണ്ട ബേബിയുടെ തല. ബേബി, മൈ ബേബി. കണ്ടോ? താങ്ക് യു പറഞ്ഞാ? താങ്ക് യു പരസു ഡോക്ടർ. താങ്ക് യു മീനു. താങ്ക് യു പരസു ഡോക്ടർ പറഞ്ഞു. പരസു ഡോക്ടർ. പരസു മോൻ പറഞ്ഞേ. പരസു ഓക്കെ. അപ്പൊ എല്ലാ ഡോക്ടേഴ്സും താങ്ക്സ്. മോന്റെ ഡോക്ടർ ആരാണ് എന്ന് പറഞ്ഞേ? ജോജിയാണോ ഡോക്ടർ? മോൻ ഡോക്ടറാണോ? ഞാൻ പറഞ്ഞു ജോജിക്കുട്ട ഡോക്ടറാണ്. എനിക്ക് അങ്ങനെയെങ്കിലും പേര് അമ്മ ഡോക്ടർ ആഗ്രഹിച്ചത്, പക്ഷെ നടന്നില്ല. പിന്നെ ഒരു പണി പിന്നെ അതല്ല ഞാൻ പറഞ്ഞേ. ഫുള്ളായിട്ട് കഴിക്കട്ടെ. അച്ഛാൻ നാരങ്ങയും കഴിക്കട്ടോ, നല്ല ടേസ്റ്റ്.
ഹലോ അച്ചാറിന്റെ ബിസിനസ് തുടങ്ങട്ടെ? നിങ്ങൾ ഓക്കെ പറഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ടൈപ്പ് ഈ കുറുമ്പന്മാരെ വെച്ചിട്ട് ഇവര് ഉറങ്ങാൻ കിടത്തിയിട്ട് ഞാൻ ഇവരെ കളിപ്പിയാണല്ലോ അഞ്ഞാണ് അവിടെ ചെയ്യാൻ പറ്റില്ല. എല്ലാം റെഡിയാക്കി വെക്കാൻ പറ്റും. ഞാൻ സൂപ്പർ. അത് ശരിയാണോ? ഞാൻ യൂട്യൂബ് മറന്നുപോയി. യൂട്യൂബ് അച്ചാറൊക്കെ മറന്നു കേട്ടോ. ഫസ്റ്റ് ഞാൻ സൈബർ തന്നെ കൊടുത്തു. സിന്ധു മാം ഓക്കെ പറഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ അച്ചാറിന്റെ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും തുടങ്ങണം. ആണല്ലേ? വെരി നൈസ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ധൈര്യമായിട്ട് ഞാൻ ആദ്യത്തെ കുറച്ച് അച്ചാറ് പരസ്യ ഡോക്ടറിനൊക്കെ കൊണ്ടുവരാം. എന്നിട്ട് നിങ്ങൾ എല്ലാവരും ശ്രമവേളകൾ ആനന്ദകരമാക്കും. എന്നിട്ട് എനിക്ക് ഓർഡർ തരും. मैम का अचार बहुत 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 टेस्टी होता है. हम लोग खाते जाओ बहुत टेस्टी बनता है. इतना टेस्टी बनता है ना बहुत. During the pregnancy time I saw. Thank you so much. ബ്ലോക്ക് ഉണ്ടാവില്ല ഞാൻ പറയുന്നത്. അവിടെ നിന്ന് ഭയങ്കര ബ്ലോക്ക്. ഇത്രയും ദൂരത്തൊന്നും അതല്ലേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ലേറ്റ് ആയി പോകുന്നത്. ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുക്കളേക്ക് ബ്ലോക്ക് ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്ന് നിങ്ങൾ എല്ലാം കുടിപ്പിച്ച് കുറിച്ചൊക്കെ വരുന്ന ടൈമാണ്. മമ്മി സുഖമായിരിക്കും. അന്വേഷണം പറയാം, ഉറപ്പായിട്ട് പറയാം. മോനെ ഷുനോട്ടാ ഇതെന്താണ് ഈ മൊബൈൽ എടുത്ത് പോകണമെന്നില്ല. കൊടുക്കണേ. താങ്ക് യു സോ മച്ച്. എന്തായാലും നമ്മൾ സൺഡേ കാണാം. ഫ്രീ ആണെങ്കിൽ ഡെഫിനറ്റായിട്ട്. ഓക്കെ താങ്ക് യു. ഓക്കെ മോന ബൈ ബൈ സോ മച്ച്. ബൈ ബൈ പറഞ്ഞേ. No, 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 no. വേറെ തരാം. മമ്മയുടെ കയ്യിൽ ബൈ ബൈ പറഞ്ഞു. ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ. ആനിവേഴ്സറിയാണ് സൈമറിന്റെ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് വേണ്ട മാം ബേബി ഒക്കെയുള്ള സൈമറിൻ്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പറായിട്ടാണ് വന്നത്, സിന്ധു വന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് സൈമർ ഫോർ യുവർ സപ്പോർട്ട്. എന്താ പറയുക, എല്ലാത്തിനും വളരെ നന്ദി. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഡോക്ടർ പരസു ഞങ്ങളുടെ ഓപ്പോസിറ്റ് വീട്ടിൽ താമസിച്ച് മീനു അവരുടെ മീൻസ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഒരു ഫ്ലാറ്റിൽ താമസിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല പരിചയത്തിൽ നല്ലൊരു എന്താ പറയുക, ഡോക്ടറിൻ്റെയും വൈഫ് മീനുടെയും ഫേസ് അവർ എപ്പോൾ നോക്കിയാലും വളരെ പ്ലസൻ്റാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങൾ അവിടെ ചെന്ന് അവരുടെ ഓപ്പോസിറ്റ് വീട്ടിൽ താമസിച്ചപ്പോഴും അവർ നമ്മളോട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോഴും എന്താ പറയുക, എല്ലാ കാര്യത്തിലും എനിക്കിന്നിപ്പോൾ എൻ്റെ 2 മക്കൾ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി അനുഗ്രഹം എന്ന് പറയുന്നതും എന്നും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഡോക്ടർ പരസ്യ, ഡോക്ടർ രേവതി, ഡോക്ടർ സഫീന, ഡോക്ടർ അങ്ങനെ എന്താ പറയുക, വളരെ ആത്മാവിൻ്റെ കൂടെ അടുത്ത് നിന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥനയിൽ ഓർക്കുന്ന പേരുകളാണ് ഇത്രയും പേരും. ഇത്രയും പേരെന്ന് മാത്രമല്ല ബാക്കി എല്ലാ നഴ്സസും സ്റ്റാഫും ബാക്കി ഡോക്ടേഴ്സ് എല്ലാവരോടും സോ മച്ച് താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും 15 years ഓഫ് സൈമർ ഹോസ്പിറ്റലിൻ്റെ ഇതിന് എന്നെ ഒരു ഭാഗമാക്കിയതിനും സൈമർ മുഖേന ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ കിട്ടിയതിനും എല്ലാത്തിനും ദൈവത്തിന് 1000 നന്ദി. ബിക്കോസ് ഡോക്ടറിൻ്റെ നിർബന്ധ പ്രകാരമാണ് ഒത്തിരി പ്രൊസീജിയേഴ്സ് നമുക്ക് ഒത്തിരി പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് പോകാൻ പറ്റിയത്. എന്തായാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ പരസു, ഡോക്ടർ മീനു, ഡോക്ടർ രേവതി, ഡോക്ടർ സഫീന, അനസ്. പറഞ്ഞു ഞാനൊരു ചെറിയ പറഞ്ഞു മന ഞാനൊരു കാര്യം സംസാരിക്കില്ലേ, ഡിസ്റ്റർബ്. അപ്പോൾ എന്തായാലും ക്ലാസ്സിൽ പോകാനായിട്ട് ആൻ്റണിയും ജോർജിയും റെഡിയായി നിൽക്കുകയാണ്.
അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സെൻഡിങ് മീ സോ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. എന്തായാലും ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻവിറ്റേഷൻ കാർഡാണ്. We are delighted to invite you to celebrate 15th anniversary of Saimar Women's Hospital, Kochi, 26 January 2025, 6 Saimar Riverside. Thank you so much. അപ്പോൾ ഇൻവൈറ്റ് ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേക്ക്, കുക്കീസ് എല്ലാം ഉണ്ട്. ബേബീസിനും നമുക്കും കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. എന്തായാലും വളരെ നല്ല ഗിഫ്റ്റ് ഹാമ്പറാണ്. താങ്ക് യു സോ മച്ച്.